1999 ഇറങ്ങിയ ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് ദ മെട്രിക്സ്. റോബോട്ടുകൾ മനുഷ്യരെ ഒരു സിമുലേഷൻ ലോകത്തിൽ ട്രാപ്പ് ചെയ്യുന്നതും കുറച്ചുപേര് ചേർന്ന് ആ ലോകത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം. ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ ബിൽഡിംഗിന്റെ രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. ഈ ബിൽഡിംഗിലെ ഒരു മുറിയിൽ ട്രിനിറ്റി എന്നൊരുത്തി കമ്പ്യൂട്ടറിലൂടെ ആർക്കോ മെസ്സേജ് അയക്കുകയാണ്. നീ തേടുന്നവനെ ഞാൻ കണ്ടെത്തിയെന്നാണ് അവള് മെസ്സേജ് അയച്ചത്. അതിനിടയിൽ അവിടെ പോലീസ് എത്തി. കുറച്ച് പോലീസുകാരെ വാതിലും തകർത്തുകൊണ്ട് അകത്ത് കയറി വന്നു. ഇതേ സമയം പുറത്ത് ഏജൻസ് എന്നറിയപ്പെടുന്ന 3 ഓഫീസേഴ്സും വന്നു. സ്മിത്ത് ആണ് ഈ ഏജൻസിന്റെ ലീഡർ. ബാക്കി പോലീസുകാരെയും കൊണ്ട് ഏജൻസും ബിൽഡിങ്ങിനകത്ത് കയറിപ്പോയി. ഇവിടെ മുറിക്കകത്ത് ട്രിനിറ്റി പോലീസുകാരെയൊക്കെ ഇടിച്ചെച്ചിലാക്കുകയാണ്. അസാധാരണമായ രീതിയിലാണ് അവൾ ചലിക്കുന്നത്. അത് കാണുമ്പോൾ ഇവൾക്ക് എന്തോ അമാനുഷിക ശക്തിയുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ അവൾ ഒറ്റയ്ക്ക് പുല്ല് പോലെ പോലീസുകാരെയെല്ലാം ഇടിച്ചു വീഴ്ത്തി. അപ്പോഴാണ് ഏജൻസ് വരുന്നുണ്ടെന്ന് ആരും അവളെ വിളിച്ചറിയിച്ചത്. അവള് പെട്ടെന്ന് അവിടെ നിറങ്ങി ഓടി. ഓടുന്നതിനിടയിൽ ഏജൻസും പോലീസുകാരും അവളെ കണ്ടു. പിന്നെ അവളെ തുരത്തി. റൂഫിലൂടെ ഓടി അവള് നിസ്സാരമായിട്ട് അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് ചാടി. അതുകണ്ട് പോലീസുകാരെല്ലാം ഞെട്ടിപ്പോയി. പക്ഷെ ഏജൻസിന് ഒരു ഞെട്ടലുമില്ല. അവരും നിഷ്പ്രയാസം പിന്നാലെ ചാടി. ശേഷം ട്രിനിറ്റി ആ ബിൽഡിംഗിൽ നിന്നും പുറത്തു കടന്ന് റോഡിലൂടെ ഓടാൻ തുടങ്ങി. കുറെ ദൂരം ഓടിയപ്പോൾ റോഡ് അരികത്തുള്ള ഒരു ബൂത്തിലിരിക്കുന്ന ടെലിഫോണ് റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടു. അതേസമയം തന്നെ ഒരു ട്രക്കും കൊണ്ട് സ്മിത്തും അവിടെ എത്തി. ട്രിനിറ്റി ആണെങ്കിൽ വേഗം ചെന്ന് ബൂത്തിലെ ഫോൺ എടുത്തു. ഉടനെ സ്മിത്ത് അതിവേഗത്തിൽ ട്രക്കിനെ കൊണ്ടുവന്ന് ബൂത്തിലിടിപ്പിച്ചു. എന്നാൽ സ്മിത്ത് ട്രക്കിലെന്ന് പുറത്തിറങ്ങി വന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ട്രിനിറ്റിയെ കാണാനില്ല. അവരുടെ അടുത്ത ടാർഗറ്റ് നിയോ ആണ്. അതിനാൽ എത്രയും വേഗം നമുക്ക് നിയോയെ കണ്ടുപിടിക്കണമെന്ന് സ്മിത്ത് മറ്റ് ഏജൻസിനോട് പറഞ്ഞു. ഈ സമയം സിനിമയിലെ പ്രധാന കഥാപാത്രമായ നിയോ അവന്റെ കമ്പ്യൂട്ടറിൽ എന്തോ പ്രോഗ്രാമിംഗ് ചെയ്യുകയായിരുന്നു. വലിയൊരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ഇവൻ ജോലി ചെയ്യുന്നത്. പക്ഷെ അതിനു പുറമെ ഇവനൊരു ഹാക്കറും കൂടെയാണ്. എന്തായാലും പെട്ടെന്ന് അവന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരു മെസ്സേജ് വന്നു. നീ ആ വെള്ളമുയലിനെ ഫോളോ ചെയ്യണമെന്നായിരുന്നു മെസ്സേജ്. ഉടനെ ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. ചെന്ന് നോക്കിയപ്പോൾ അതവന്റെ കുറച്ച് സ്ഥിരം കസ്റ്റമേഴ്സ് ആണ്. എന്തോ ഒരു ഇല്ലീഗൽ സോഫ്റ്റ്വെയർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവര് വന്നിരിക്കുന്നത്. കസ്റ്റമേഴ്സ് ചോദിച്ച സോഫ്റ്റ്വെയർ നിയോ എടുത്തു കൊടുത്തു. നീ നമുക്കൊപ്പം പാർട്ടിക്ക് വരുന്നുണ്ടോ എന്ന് കസ്റ്റമേഴ്സ് അവന്റെ അടുത്ത് ചോദിച്ചു. ആദ്യം ഞാൻ വരുന്നില്ലെന്നാണ് നിയോ പറഞ്ഞത്. എന്നാൽ അപ്പോഴാണ് ഒരു കസ്റ്റമറിന്റെ കയ്യിൽ വെള്ളമുയലിന്റെ ടാറ്റു കണ്ടത്. ഉടനെ ഞാനും വരാമെന്ന് നിയോ പറഞ്ഞു. അങ്ങനെ അവൻ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ അവിടെ ട്രിനിറ്റി എത്തി. അവൾ വന്ന് നിയോയുമായിട്ട് സംസാരിച്ചു. അത് കേൾക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. ഇവളാണ് നേരത്തെ നിയോയുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തതും ആ മെസ്സേജ് അയച്ചതും. അതുപോലെ ആദ്യം ഇവള് ഞാൻ അവനെ കണ്ടെത്തി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചത് യഥാർത്ഥത്തിൽ നിയോയെ ഉദ്ദേശിച്ചാണ്. മെട്രിക്സ് എന്നൊരു വാക്ക് നിയോ ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ അതെന്താണെന്ന് യാതൊരു ഐഡിയയും ആർക്കും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്താണെന്നറിയാൻ നിയോയ്ക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എന്തായാലും നീ ഇപ്പോൾ വലിയൊരു അപകടത്തിലാണെന്ന് പറഞ്ഞിട്ട് ട്രിനിറ്റി അവിടുന്ന് പോയി. അടുത്ത ദിവസം രാവിലെ അവൻ ജോലിക്ക് പോയി. ഇടയ്ക്ക് സെക്യൂരിറ്റിക്കാരൻ നിയോയുടെ പേരിൽ വന്ന പാഴ്സല് നിയോയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു. നോക്കിയപ്പോൾ അതിനകത്തൊരു ഫോൺ ഉണ്ടായിരുന്നു. അവൻ ആ ഫോൺ എടുത്ത ഉടനെ മോർഫിയസ് എന്നൊരാള് വിളിച്ചു. എന്നിട്ട് നിന്നെ പിടിക്കാൻ ഏജൻസ് വരുന്നുണ്ടെന്നും ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിനക്ക് രക്ഷപ്പെടാമെന്നും പറഞ്ഞു. അതേസമയം തന്നെ ഏജൻസ് കമ്പനിയിലെത്തി. താൻ ഇല്ലീഗൽ ഹാക്കിംഗ് ചെയ്യുന്നതറിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഏജൻസ് വരുന്നതെന്നാണ് നിയോ കരുതിയത്. അങ്ങനെ അവൻ മോർഫിയസിന്റെ നിർദ്ദേശമനുസരിച്ച് ഓഫീസിൽ നിന്ന് പുറത്തു കടന്നു. എല്ലാം നേരിട്ട് കാണാൻ കഴിയുന്നത് പോലെ വളരെ കൃത്യമായിട്ടാണ് മോർഫിയസ് നിർദ്ദേശങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിയോ ആകെ അത്ഭുതപ്പെട്ടു പോയി. ഒടുവിൽ ജനാലയിൽ തൂങ്ങിപ്പിടിച്ച് താഴത്തെ നിലയിൽ ഇറങ്ങി രക്ഷപ്പെടാൻ മോർഫിയസ് പറഞ്ഞു. പക്ഷെ നിയോക്ക് അത് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. അതിനിടയിൽ കയ്യിലിരുന്ന ഫോണും താഴെ പോയി. അങ്ങനെ പേടിച്ചിട്ട് അവൻ തിരിച്ചുപോയി. അപ്പോൾ ഏജൻസ് വന്ന് അവനെ അറസ്റ്റും ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് ട്രിനിറ്റി സമീപത്തുണ്ടായിരുന്നു. നിയോയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ ശേഷം മോർഫിയസ് എന്നൊരാളെ പിടികൂടാൻ നീ ഞങ്ങളെ സഹായിച്ചാൽ നിന്നെ വെറുതെ വിടാമെന്ന് സ്മിത്ത് പറഞ്ഞു. നിയോ ഇല്ലീഗലായിട്ട് ഹാക്കിംഗ് ചെയ്യാറുണ്ടെന്ന കാര്യവും ഏജൻസിന് അറിയാമായിരുന്നു. അതിനാൽ നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ നിന്നെ ജയിലിലാക്കുമെന്ന് പറഞ്ഞ് സ്മിത്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ നിയോ ആണെങ്കിൽ എനിക്കെന്റെ വക്കീലിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. പെട്ടെന്ന് എന്തോ ഒരു മാന്ത്രിക ശക്തി ഉപയോഗിച്ച് സ്മിത്ത് നിയോയുടെ വാ അടച്ചു. നിയോ ആകെ പരിഭ്രാന്തനായി. പിന്നെ അവനെ പിടിച്ച് മേശയിൽ കിടത്തി. എന്നിട്ട് പ്രാണിയെ പോലത്തെ വിചിത്രമായ ഒരു ചെറിയ റോബോട്ടിനെ നിയോയുടെ ശരീരത്തിൽ കടത്തിവിട്ടു. പെട്ടെന്ന് അവൻ കണ്ണു തുറന്നു. നോക്കിയപ്പോൾ അവൻ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ ഇത്രയും നേരം ഞാൻ സ്വപ്നം കാണുകയായിരുന്നുവെന്ന് അവന് മനസ്സിലായി. കുറച്ചു കഴിഞ്ഞതും അവനെ വീണ്ടും മോർഫിയസ് വിളിച്ചു. എന്നിട്ട് നിനക്ക് സത്യാവസ്ഥകളൊക്കെ അറിയണമെങ്കിൽ സമീപത്തുള്ള പാലത്തിന് പക്കൽ വരാൻ പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ ചെന്ന് നിന്നപ്പോൾ കുറച്ചു കഴിഞ്ഞ് ട്രിനിറ്റി അവിടെ എത്തി. അവളുടെ കൂടെ വേറെയും ചിലരുണ്ട്. എല്ലാം മോർഫിയസിന്റെ ആൾക്കാരാണ്. അവരവനെ മോർഫിയസിന്റെ പക്കലേക്ക് കൊണ്ടുപോയി.
പോകുന്ന വഴിക്ക് ട്രിനിറ്റി ഒരു മെഷീൻ എടുത്ത് നിയോയുടെ വയറ്റിൽ വെച്ചു. ഉടനെ ആ മെഷീൻ നേരത്തെ സ്മിത്ത് കടത്തിവിട്ട പ്രാണിയെ പിടിച്ച് വലിച്ചെടുത്തു. ട്രിനിറ്റി അതിനെ എടുത്ത് വെളിയിൽ കളയുകയും ചെയ്തു. അപ്പോഴാണ് നേരത്തെ നടന്നത് യഥാർത്ഥത്തിൽ സ്വപ്നമല്ലായിരുന്നുവെന്ന് നിയോയ്ക്ക് മനസ്സിലായത്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം അവര് ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ ബിൽഡിംഗിലെത്തി. അവര് നിയോയെയും കൊണ്ട് അകത്ത് കയറി. അകത്ത് മോർഫീസ് കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഈ ലോകം യഥാർത്ഥത്തിൽ ഒരു തടവറയാണെന്നും മനുഷ്യരെല്ലാം ഈ തടവറയിലെ അടിമകളാണെന്നുമാണ് മോർഫീസ് പറയുന്നത്. നിയോയ്ക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. ശേഷം മോർഫീസ് നിയോയ്ക്ക് 2 ഗുളികകൾ നൽകി. ഒന്നിന്റെ നിറം നീലയാണ്. അത് വിഴുങ്ങിയാൽ നിയോ മോർഫീസിനെ കണ്ടുമുട്ടിയതൊക്കെ മറന്നുപോകും. എന്നാൽ ചുവപ്പാണ് വിഴുങ്ങുന്നതെങ്കിൽ നിയോയ്ക്ക് എല്ലാ സത്യാവസ്ഥകളും തിരിച്ചറിയാൻ കഴിയും. കൃത്യമായിട്ട് ആലോചിച്ച ശേഷം ഇതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ മോർഫീസ് പറഞ്ഞു. എന്നാൽ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ നിയോ ചുവന്ന ഗുളിക തന്നെ എടുത്തു വിഴുങ്ങി. ഉടനെ മോർഫീസ് നിയോയെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ കുറെ കമ്പ്യൂട്ടേഴ്സും യന്ത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നിയോയെ ഒരു യന്ത്രത്തിൽ കണക്ട് ചെയ്തു. അപ്പോൾ സമീപത്തുള്ള കണ്ണാടി ദ്രാവകം പോലെ ആകുന്നത് നിയോ ശ്രദ്ധിച്ചു. കൗതുകത്തോടെ അവൻ അതിനെ തൊട്ടുനോക്കി. ഉടനെ ആ ദ്രാവകം അവന്റെ ദേഹത്ത് കയറി വരാൻ തുടങ്ങി. അപ്പോഴാണ് മോർഫീസിന്റെ ടീം കമ്പ്യൂട്ടറിൽ എന്തോ ഒരു പ്രോഗ്രാം ആക്ടിവേറ്റ് ചെയ്തത്. പെട്ടെന്ന് നിയോയ്ക്ക് ചുറ്റുമുള്ള ലോകം അപ്രത്യക്ഷമായി. പിന്നെ അവൻ കണ്ണു തുറക്കുമ്പോൾ അവനൊരു വെള്ളം നിറച്ച ചെറിയ ബാഗിനുള്ളിലായിരുന്നു. അവൻ ആ ബാഗ് പൊട്ടിച്ച് പുറത്തു വന്നു. അവന്റെ ദേഹം മുഴുവൻ കുറെ വയേഴ്സും കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വയേഴ്സും അവൻ വലിച്ചിളക്കി കളഞ്ഞു. എന്നിട്ടാണ് അവൻ ചുറ്റും നോക്കുന്നത്. ചുറ്റിലും ഇതുപോലെ പല കോടിക്കണക്കിന് വേറെയും ബാഗുകളുണ്ട്. അത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നതിനിടയിൽ അവിടെ ഒരു റോബോട്ട് എത്തി. അത് വന്ന് നിയോയെ കഴുത്തിൽ പിടിച്ച് തൂക്കിയെടുത്തു. എന്നിട്ട് ബാക്കിയുള്ള വയേഴ്സും കൂടെ അത് ഡിസ്കണക്ട് ചെയ്തു കൊടുത്തു. ഉടനെ ആ ബാഗ് ഫ്ലഷായി. ബാഗിന് പിന്നിൽ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. ആ പൈപ്പിലൂടെ അവനൊരു വലിയ ഓടയിലെത്തി. അവന് നീന്താനൊന്നും പറ്റുന്നില്ല. ഭാഗ്യത്തിന് അപ്പോഴാണ് അവിടെ ചെറിയൊരു സ്പേസ്ഷിപ്പ് എത്തിയത്. അതിലുള്ളവര് ഒരു ഹൂക്ക് ഉപയോഗിച്ച് നിയോയെ വലിച്ചെടുത്ത് സ്പേസ്ഷിപ്പിലേക്ക് കയറ്റി. സ്പേസ്ഷിപ്പിനകത്ത് മോർഫീസും കൂട്ടരുമായിരുന്നു. പക്ഷെ അവരോട് എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുന്നേ നിയോ ബോധം കെട്ടുപോയി. അവന്റെ ശരീരം ആകെ വീക്കായിരുന്നു. അവനൊന്ന് നേരെ എണീറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് അവരവനെ ഒരു മെഷീനിൽ കിടത്തി. മെഷീൻ അവനെ പതിയെ പതിയെ റിപ്പയർ ചെയ്യാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ഇന്നാണ് നിയോയ്ക്ക് ബോധം വന്നത്. അവനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി മാറിയിട്ടുണ്ട്. പക്ഷെ അവന്റെ തലയിൽ ഇപ്പോഴും ഒരു ചെറിയ ഹോൾ കാണാം. മോർഫീസ് വന്ന് അവന് ഷിപ്പ് മുഴുവൻ കാണിച്ചു കൊടുത്തു. പിന്നെ ഷിപ്പിലുള്ളവരെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഒടുവിൽ നേരത്തെ ചെയ്ത പോലെ നിയോയെ ഒരു മെഷീനിൽ കൊണ്ടിരുത്തി. എന്നിട്ടൊരു കേബിൾ എടുത്ത് അവന്റെ തലയിലുള്ള ഹോളിൽ കുത്തി. അങ്ങനെ അവനെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തു. മോർഫീസും അതുപോലെ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആയി. ഉടനെ ആ 2 പേരും ആ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള ഒരു ഡിജിറ്റൽ ലോകത്തിലെത്തി. ആ ലോകം യഥാർത്ഥ ലോകമായിട്ടാണ് നിയോയ്ക്ക് തോന്നുന്നത്. ശേഷം മോർഫീസ് എല്ലാ കാര്യങ്ങളും അവന് പറഞ്ഞുകൊടുത്തു. സംഭവം ഇത് 1999 ആണെന്നാണ് നിയോ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് 2199 ആണ്. ഏതാണ്ട് 150 വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യരാശി വളരെ പവർഫുൾ ആയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിച്ചു. പക്ഷേ AI അതിന്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെ AIയും മനുഷ്യരാശിയും തമ്മിൽ യുദ്ധമായി. ഒടുവിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ തോൽപ്പിക്കാൻ വേണ്ടി മനുഷ്യരാശി മേഘങ്ങളുടെ സഹായത്തോടെ സൂര്യപ്രകാശത്തിനെ ബ്ലോക്ക് ചെയ്തു. സോളാർ എനർജി ആയിരുന്നു ആ സമയത്ത് AI റോബോട്ട്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്. അങ്ങനെ സൂര്യപ്രകാശം ബ്ലോക്ക് ചെയ്യുമ്പോൾ പിന്നെ AI റോബോട്ട്സ് എല്ലാം തനിയെ നശിക്കുമെന്നായിരുന്നു മനുഷ്യരുടെ പ്ലാൻ. കിഴങ്ങന്മാര്. പക്ഷെ അതിന്റെ അനന്തരഫലമായിട്ട് ഭൂമിയുടെ കാലാവസ്ഥകൾ മൊത്തം നശിച്ചു. അങ്ങനെ മനുഷ്യരാശിയാണ് കൂടുതൽ അവതാളത്തിലായത്. അതുമാത്രമല്ല AI റോബോട്ട്സ് വളരെ വേഗം തന്നെ മറ്റൊരു ഊർജ്ജ സ്രോതസ് കണ്ടെത്തുകയും ചെയ്തു. അത് മനുഷ്യ ശരീരമാണ്. അങ്ങനെ മനുഷ്യരിൽ നിന്നുമുള്ള ഊർജം ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ കണ്ടതുപോലെ എല്ലാവരെയും ബാഗുകളിലാക്കി ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ മനുഷ്യരൊക്കെ ജനിക്കുകയല്ല ചെയ്യുന്നത്. പകരം റോബോട്ട്സ് മനുഷ്യരെ ഫാക്ടറികളിൽ ഉണ്ടാക്കുകയാണ്. ഊർജം എടുക്കുന്നതിന് പകരമായിട്ട് മനുഷ്യരുടെ തലച്ചോറുകളെല്ലാം ഒരു കമ്പ്യൂട്ടർ സിമുലേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരുടെയൊക്കെ തലയിൽ ഹോൾ ഇട്ടിരിക്കുന്നത്. സിമുലേഷനിൽ ഒരു ഡിജിറ്റൽ ലോകമുണ്ട്. ആ ലോകത്തിന്റെ പേരാണ് മെട്രിക്സ്. ആ മെട്രിക്സിലാണ് ഇത്രയും കാലം നിയോ ജീവിച്ചിരുന്നത്. നിയോ മാത്രമല്ല, നേരത്തെ കണ്ട ബാഗുകളിലുള്ള കോടിക്കണക്കിന് പേര് മൊത്തം മെട്രിക്സിലാണ് ജീവിച്ചിരുന്നത്. യഥാർത്ഥ ലോകം ഇപ്പോൾ മൊത്തം തകർന്നു കിടക്കുകയാണ്. ഇതൊക്കെ കേട്ട് നിയോ ഞെട്ടിപ്പോയി. ശേഷം അവനെ മെഷീനിൽ നിന്നും ഡിസ്കണക്ട് ചെയ്തു. ഉടൻ തന്നെ നിയോ ബോധം കെട്ട് പോവുകയും ചെയ്തു. പിന്നെ കുറച്ചു കഴിഞ്ഞ് ഉണർന്നപ്പോൾ മോർഫീസ് വീണ്ടും ചില കാര്യങ്ങൾ പറഞ്ഞു.
കുറെ വർഷങ്ങൾക്ക് മുന്നേ മെട്രിക്സിൽ ഏലിയാസ് എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാൾക്ക് മെട്രിക്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ശക്തിയുണ്ടായിരുന്നു. അങ്ങനെ അയാള് മെട്രിക്സിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ അയാള് മെട്രിക്സ് റൺ ചെയ്യുന്ന എഐയുടെ കമ്പ്യൂട്ടറിനെ ഹാക്ക് ചെയ്തു. അതിലൂടെ അയാള് വീണ്ടും മെട്രിക്സിൽ പ്രവേശിച്ചു. എന്നിട്ട് ബാക്കിയുള്ള മനുഷ്യരെ കൂടെ മെട്രിക്സിൽ നിന്ന് മോചിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ മെട്രിക്സിൽ നിന്ന് പുറത്തു വന്ന കുറെ പേര് ചേർന്ന് അണ്ടർഗ്രൗണ്ടിൽ സിയോൺ എന്ന പേരിൽ ഒരു സീക്രട്ട് ബേസ് നിർമ്മിച്ചു. ഇപ്പോ അത് വലിയൊരു സിറ്റിയായി മാറിയിട്ടുണ്ട്. പണ്ട് ഏലിയാസ് ചെയ്തിരുന്ന ജോലി ഇപ്പോൾ മോർഫീസിനെ പോലെ കുറെ പേരാണ് ചെയ്യുന്നത്. അതായത് മെട്രിക്സിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കുന്ന ജോലി. ഇതേ കാര്യം ചെയ്യാനായിട്ട് ഇതേപോലെ വേറെയും പല സ്പേസ്ഷിപ്പുകളിൽ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. ഏലിയാസ് മരിച്ച ശേഷം ഏലിയാസിന്റെ അതേ ശക്തിയുള്ള മറ്റൊരാള് വീണ്ടും ജനിക്കുമെന്ന് ഒരു ദീർഘദർശി പറഞ്ഞിരുന്നു. മോർഫീസും ടീമും കുറെ വർഷങ്ങളായിട്ട് അങ്ങനെ ഒരാളെ തിരയുകയായിരുന്നു. ഇപ്പോഴാണ് അയാളെ കണ്ടെത്തിയത്. അത് യഥാർത്ഥത്തിൽ നിയോ ആണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത ശേഷം മോർഫീസ് അവിടുന്ന് പോയി. അടുത്ത ദിവസം രാവിലെ ടാങ്ക് വന്ന് നിയോയെ വിളിച്ചുണർത്തി. ടാങ്കിന്റെ തലയിൽ മറ്റുള്ളവർക്കുള്ളതുപോലെ ഹോളില്ല. അതെന്തുകൊണ്ടാണെന്ന് നിയോ ചോദിച്ചു. സംഭവം ടാങ്ക് സിയോണിലാണ് ജനിച്ചത്. അതുകൊണ്ടാണ് അവന്റെ തലയിൽ ഹോൾ ഇല്ലാത്തത്. എന്തായാലും ടാങ്ക് നിയോയെ കൊണ്ടുപോയി വീണ്ടും കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് കുറെ മാർഷൽ ആർട്സിന്റെ പ്രോഗ്രാമുകൾ നിയോയുടെ ബ്രെയിനിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അടുത്ത കുറെ മണിക്കൂറുകളോളം നേരം അപ്ലോഡിംഗ് ആയിരുന്നു. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ ലോകത്തിലെ എല്ലാ മാർഷൽ ആർട്സും പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞു. പിന്നെ അവന്റെ മാർഷൽ ആർട്സ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവനെ ഒരു സിമുലേഷൻ ലോകത്തിൽ കൊണ്ടുപോയി. മോർഫീസ് ആണ് അവനെ ടെസ്റ്റ് ചെയ്യുന്നത്. നിയോ വളരെ മികച്ച രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് തോന്നുക പോലുമില്ല. മോർഫീസിനെ ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവര് ഫൈറ്റ് ചെയ്യുന്നത് എല്ലാവരും കൗതുകത്തോടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. സിമുലേഷൻ ലോകത്തിൽ ഫിസിക്സിന്റെ നിയമങ്ങളെയൊക്കെ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നാണ് മോർഫീസ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഫൈറ്റ് സീനിൽ ട്രിനിറ്റി അമാനുഷികമായ കഴിവുകൾ കാണിച്ചതിന്റെ രഹസ്യം യഥാർത്ഥത്തിൽ ഇതായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും കുറെ നേരത്തെ ഫൈറ്റിനൊടുവിൽ മോർഫിയസ് നിയോയെ ഇടിച്ച് പറത്തി. അങ്ങനെ മോർഫിയസ് തന്നെ അവസാനം ജയിച്ചു. അടുത്ത് അവനെ മറ്റൊരു സിമുലേഷൻ ലോകത്തിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ഒരുപാട് ഉയരമുള്ള ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്നും മോർഫിയസ് മറ്റൊരു ബിൽഡിങ്ങിലേക്ക് ചാടി. എന്നിട്ട് നിയോയുടെ അടുത്തും ചാടാൻ പറഞ്ഞു. ഇത് വെറും ഒരു സിമുലേഷൻ മാത്രമാണെന്ന ചിന്ത മനസ്സിൽ വെച്ചിട്ട് ചാടിയാൽ വളരെ നിസ്സാരമായിട്ട് ചാടാൻ കഴിയുമെന്നാണ് മോർഫിയസ് പറയുന്നത്. അങ്ങനെ മോർഫിയസ് പറഞ്ഞു കൊടുത്ത രീതിയിൽ നിയോയും അങ്ങോട്ട് ചാടി. പക്ഷെ അവൻ അപ്പുറത്തെത്തിയില്ല. നേരെ താഴെ റോഡിൽ ചെന്ന് വീഴുകയാണ് ചെയ്തത്. ആ റോഡിനെ റബ്ബർ പോലത്തെ രീതിയിലാണ് ടാങ്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിയോയ്ക്ക് ചെറിയൊരു പരിക്ക് മാത്രമേ പറ്റിയുള്ളൂ. പിന്നെ അവനെ സിമുലേഷൻ ലോകത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. പക്ഷേ നോക്കിയപ്പോൾ അവന്റെ മൂക്കിൽ നിന്നും ശകലം ബ്ലഡ് വരുന്നുണ്ട്. അപ്പോഴാണ് മോർഫിയസ് ഒരു കാര്യം പറഞ്ഞത്. സിമുലേഷൻ ലോകം യാഥാർത്ഥ്യമല്ലെങ്കിലും അവിടെ സംഭവിക്കുന്ന പരിക്കുകൾ യഥാർത്ഥത്തിലും ബാധിക്കും. ഇനി സിമുലേഷനിൽ മരിക്കുകയാണെങ്കിൽ അതേപോലെ യഥാർത്ഥ ലോകത്തിലും മരിച്ചു പോകും. ശേഷം കുറച്ചു കഴിഞ്ഞ് മോർഫിയസും നിയോയും കൂടെ മറ്റൊരു സിമുലേഷനിൽ കയറി. അത് മെട്രിക്സ് പോലെ തോന്നിക്കുന്ന ഒരു സിമുലേഷൻ ആയിരുന്നു. അവിടെ വെച്ച് മോർഫിയസ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. സംഭവം ഏജന്റ്സ് എന്നത് യഥാർത്ഥത്തിൽ എഐകളാണ്. ഇവർക്ക് കൃത്യമായിട്ടൊരു ശരീരമൊന്നുമില്ല. കാരണം മെട്രിക്സിന്റെ ഭാഗമായിട്ടാണ് ഇവര് പ്രവർത്തിക്കുന്നത്. ഇവർക്ക് മെട്രിക്സിലുള്ള ആരുടെ ശരീരത്തിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവരെ ഒരിക്കലും കൊല്ലാനും കഴിയില്ല. പക്ഷേ മെട്രിക്സിൽ ഹാക്ക് ചെയ്തു കയറുന്നവരെ, അതായത് മോർഫീസിനെയും കോട്ടരെയും പോലെയുള്ളവരുടെ ദേഹത്തിൽ മാത്രം കയറാൻ സാധിക്കില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരാൻ ടീം മോർഫീസിനോട് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും തിരികെ യഥാർത്ഥ ലോകത്തിൽ വന്നു. സംഭവം സ്പേസ്ഷിപ്പിന്റെ സിഗ്നൽസ് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് കുറച്ച് എഐ റോബോട്ടുകൾ സ്പേസ്ഷിപ്പിനെ ആക്രമിക്കാൻ വന്നിരിക്കുകയാണ്. മോർഫീസും മറ്റൊരാളും കൂടെ വളരെ വേഗത്തിൽ സ്പേസ്ഷിപ്പ് പറത്തി. റോബോട്ട്സും പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അവസാനം അവര് ചെറിയൊരു ഓടയിൽ ചെന്ന് ഒളിച്ചിരുന്നു. എന്നിട്ട് ഷിപ്പിലുള്ള എല്ലാ ലൈറ്റുകളും ഓഫാക്കി വെച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ റോബോട്ട്സ് എത്തി. ഷിപ്പിൽ ഒരു EMP ഡിവൈസ് ഉണ്ട്. അതിനെ ആക്ടിവേറ്റ് ചെയ്താൽ കുറച്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള സകല ഇലക്ട്രോണിക്സും ഇല്ലാതാകും. ടീം EMP ആക്ടിവേറ്റ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ റോബോട്ട്സിന് ഷിപ്പിനെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവ അവിടുന്ന് പോയി. ശേഷം കുറച്ചു കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങുന്ന സമയം മോർഫിയസിന്റെ കൂടെയുള്ള സൈഫർ എന്നൊരുത്തൻ സീക്രട്ടായിട്ട് മെട്രിക്സിൽ കയറി. എന്നിട്ട് സ്മിത്തുമായിട്ട് ഒരു ഡീൽ വെച്ചു. സംഭവം മെട്രിക്സിന് പുറത്തുള്ള ജീവിതം സൈഫറിന് ആകെ മടുത്തു. നല്ല ഭക്ഷണം കഴിച്ചിട്ട് പോലും വർഷങ്ങളായി. അതുകൊണ്ട് മെട്രിക്സിൽ തിരിച്ചു വരാനാണ് സൈഫറിന്റെ പ്ലാൻ. അതിന് പകരമായിട്ട് മോർഫിയസിനെ പിടിക്കാൻ ഞാൻ സഹായിക്കാമെന്ന് സൈഫർ സ്മിത്തിന്റെ അടുത്ത് പറഞ്ഞു. സ്മിത്ത് ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു.
ഇവിടെ യഥാർത്ഥ ലോകത്തിൽ അടുത്ത ദിവസം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നിയോയെ ദീർഘദർശിനിയുടെ പക്കൽ കൊണ്ടുപോകണമെന്നും അതിനാൽ നമുക്ക് മെട്രിക്സിൽ കയറണമെന്നും മോർഫീസ് വന്ന് പറഞ്ഞു. അങ്ങനെ ടാങ്ക് ഒഴികെ ബാക്കി എല്ലാവരും ചെന്ന് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ആയി. ടാങ്ക് എല്ലാവരെയും മെട്രിക്സിലേക്ക് അയച്ചു. ആളൊഴിഞ്ഞ ഒരു ബിൽഡിങ്ങിലാണ് അവര് പ്രത്യക്ഷപ്പെട്ടത്. അവിടെ ഒരു ടെലിഫോൺ ഇരിക്കുന്നത് കാണാം. ഇതുപോലെയുള്ള ടെലിഫോൺസിനെ ഹാക്ക് ചെയ്തിട്ടാണ് ഇവര് മെട്രിക്സിനുള്ളിൽ കയറുന്നത്. മെട്രിക്സിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ടെലിഫോണിന്റെ പക്കൽ നിൽക്കണം. മെട്രിക്സിന് പുറത്തുള്ള ആരെങ്കിലും ഈ ടെലിഫോണിലേക്ക് കോൾ ചെയ്യും. അപ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്താൽ ഉടൻ തന്നെ മെട്രിക്സിൽ നിന്ന് അപ്രത്യക്ഷമാകും. ഇങ്ങനെയാണ് മെട്രിക്സിൽ നിന്ന് പുറത്തു കടക്കേണ്ടത്. എന്തായാലും മെട്രിക്സിൽ വന്ന ഉടനെ സൈഫർ അവരുടെ ലൊക്കേഷൻ ആർക്കോ അയച്ചു കൊടുക്കുന്നത് കാണാം. ശേഷം അവര് നിയോയെയും കൊണ്ട് ദീർഘദർശിയുടെ പക്കൽ പോയി. പോകുന്ന വഴിക്ക് മോർഫീസ് ഒരു കാര്യം പറഞ്ഞു. ഞാനും എന്റെ കൂടെയുള്ള എല്ലാവരും ഈ ദീർഘദർശിയെ കാണാൻ വന്നിട്ടുണ്ട്. നമ്മളോടെല്ലാം ദീർഘദർശി ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ ദ വണ്ണിനെ കണ്ടെത്തുമെന്നാണ് ദീർഘദർശി എന്നോട് പറഞ്ഞത്. അതിപ്പോൾ ഞാൻ കണ്ടെത്തി കഴിയുകയും ചെയ്തു. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തീർന്നതും അവര് ദീർഘദർശിയുടെ വീട്ടിലെത്തി. ബാക്കി എല്ലാവരും പുറത്തു നിന്നു. നിയോ മാത്രമാണ് അകത്ത് കയറിയത്. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ദീർഘദർശി. നിയോ ഒരു ചെടിച്ചട്ടി തള്ളിയിടുമെന്ന് പറഞ്ഞു തീർന്നതും അബദ്ധത്തിൽ നിയോയുടെ കൈ തട്ടി ഒരു ചെടിച്ചട്ടി പൊട്ടിപ്പോയി. ശേഷം പുള്ളിക്കാരി നിയോയെ പരിശോധിച്ച് നോക്കിയിട്ട് മോർഫീസ് തേടി നടന്ന ദി വൺ യഥാർത്ഥത്തിൽ നീ അല്ലെന്ന് പറഞ്ഞു. അത് മാത്രമല്ല ഇനിയും അധികം വൈകാതെ നീ ഒരു പ്രതിസന്ധിയിലാകുമെന്നും ആ സമയത്ത് മോർഫീസിന്റെയോ നിന്റെയോ ജീവൻ നിനക്ക് തിരഞ്ഞെടുക്കേണ്ടി വരുമെന്നും പറഞ്ഞു. പിന്നെ നിയോ പുറത്തിറങ്ങി വന്നു. ദീർഘദർശി പറഞ്ഞത് നിയോ മോർഫീസിന്റെ അടുത്ത് പറയാൻ നിന്നതും നിന്നോട് പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്നതുവരെ നീ അത് വേറെ ആരോടും പറയരുതെന്ന് മോർഫീസ് പറഞ്ഞു. ശേഷം മോർഫീസും ടീമും ആളൊഴിഞ്ഞ വീട്ടിൽ തിരിച്ചെത്തി. അകത്ത് കയറിയപ്പോൾ ഇടയ്ക്ക് നിയോ ഒരു പൂച്ചയെ കണ്ടു. അതേ പൂച്ചയെ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ അവൻ വീണ്ടും കണ്ടു. അത് ദേജാവു ആയിരിക്കുമെന്ന് തമാശ രൂപേണെ അവൻ മറ്റുള്ളവരോട് പറഞ്ഞു. എന്നാൽ അത് കേട്ടതും എല്ലാവരും പരിഭ്രാന്തരായി. കാരണം മെട്രിക്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഗ്ലിച്ചുകൾ ഉണ്ടാകും. ആ ഗ്ലിച്ചുകൾ കാരണമാണ് ദേജാവു സംഭവിക്കുന്നത്. ഇതേ സമയം ആരോ ടെലിഫോണിന്റെ വയേഴ്സ് കട്ട് ചെയ്യുന്നത് കാണാം. പിന്നെ നോക്കിയപ്പോൾ ബിൽഡിംഗിൽ നിന്നും പുറത്തു കടക്കാനുള്ള വാതിലുകളൊക്കെ ചുമരുകൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മെട്രിക്സിൽ വരുത്തിയ മാറ്റമെന്ന് മനസ്സിലായി. പെട്ടെന്ന് ബിൽഡിംഗിൽ ഒളിച്ചിരുന്ന കുറെ പോലീസുകാര് ടീമിനെ ആക്രമിക്കാൻ ചാടി വന്നു. ആദ്യമേ തന്നെ അവർ ഒരുത്തനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. അപ്പോൾ യഥാർത്ഥ ലോകത്തിലും അവൻ മരിച്ചുപോയി. ആ തക്കത്തിൽ ബാക്കിയുള്ളവര് മുകളിലേക്ക് കയറി ഓടി. ടാങ്ക് ബിൽഡിംഗ് മൊത്തം പരിശോധിച്ചു. എന്നിട്ട് ചുമരിലുള്ള ഒരു ഹോളിൽ കയറി ഒളിച്ചിരിക്കാൻ ടീമിനോട് നിർദ്ദേശിച്ചു. അവര് അതുപോലെ തന്നെ ചെയ്തു. പോലീസുകാര് ബിൽഡിംഗ് മൊത്തം തിരയാൻ തുടങ്ങി. അവർക്കൊപ്പം ഏജന്റ്സുമുണ്ട്. മോർഫീസും കൂട്ടരും ചുമരിലെ ഹോളിലൂടെ താഴോട്ടിറങ്ങുന്നതിനിടയിൽ മുകളിൽ നിന്നും കുറച്ച് പൊടി വന്ന് സൈഫറിന്റെ മണ്ടയിൽ വീണു. അത് കാരണം അവൻ അബദ്ധത്തിൽ തുമ്മി. അപ്പോൾ ഇവര് ചുമരിലുണ്ടെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. ഉടൻ തന്നെ പോലീസുകാരെ ചുമരിൽ വെടിവെക്കാൻ തുടങ്ങി. ടീമും തിരിച്ച് വെടിവെച്ചു. ഇടയ്ക്ക് ഒരു പോലീസുകാരന്റെ ദേഹത്ത് സ്മിത്ത് കയറി. എന്നിട്ട് നിയോയെ പിടിക്കാൻ നോക്കി. ഇനി വേറെ നിവർത്തിയില്ലെന്ന് തിരിച്ചറിഞ്ഞ മോർഫിയസ് ചുമരും തകർത്തുകൊണ്ട് പുറത്തുവന്ന് സ്മിത്തിനെ ആക്രമിക്കാൻ തുടങ്ങി. പിന്നെ സ്മിത്തും മോർഫിയസും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റായി. എന്റെ ജീവനേക്കാൾ നിയോയുടെ ജീവനാണ് പ്രധാനമെന്ന് മോർഫിയസ് ടീമിന്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് ബാക്കിയുള്ളവരെ നിയോയെയും കൊണ്ട് അവിടുന്ന് താഴെ പോയി. താഴെ വേറെയും പോലീസുകാരുണ്ടായിരുന്നു. പോലീസിന്റെ എണ്ണം ഒരുപാട് കൂടുതലായതിനാൽ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു ചെറിയ ഓടയിൽ ഇറങ്ങി ടീം അവിടുന്ന് രക്ഷപ്പെട്ടു. ഈ സമയവും മോർഫീസും സ്മിത്തും തമ്മിൽ ഫൈറ്റിംഗ് ആയിരുന്നു. മോർഫീസ് എത്ര തന്നെ ശ്രമിച്ചിട്ടും സ്മിത്തിനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവസാനം നിസ്സാരമായിട്ട് തന്നെ സ്മിത്ത് മോർഫീസിനെ തോൽപ്പിച്ചു. ഒടുവിൽ കുറെ പോലീസുകാരും കൂടെ വന്ന് മോർഫീസിനെ ഇടിച്ച് എച്ചിലാക്കി. ടീമാണെങ്കിൽ ഈ സമയം കൊണ്ട് ഓടയിലൂടെ സ്ട്രീറ്റിലെത്തി. ട്രിനിറ്റി ടാങ്കിനെ വിളിച്ചിട്ട് എത്രയും വേഗം മറ്റൊരു ടെലിഫോൺ കണ്ടെത്തി ഹാക്ക് ചെയ്യാൻ പറഞ്ഞു. ടാങ്ക് ഉടൻ തന്നെ സമീപത്തുള്ള ഒരു ടെലിഫോൺ ഹാക്ക് ചെയ്തു. എന്നിട്ട് ആ ടെലിഫോണിന്റെ ലൊക്കേഷനും ട്രിനിറ്റിക്ക് പറഞ്ഞു കൊടുത്തു. അവിടെ എത്തിയതും ടെലിഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ആദ്യം ഞാൻ പോകാമെന്നും പറഞ്ഞ് സൈഫറാണ് ആദ്യം ഫോൺ എടുത്തത്. അങ്ങനെ അവൻ യഥാർത്ഥ ലോകത്തിൽ ഉണർന്നു. എന്നിട്ട് മറ്റുള്ളവർ വരുന്നതിന് മുന്നേ ഒരു വെപ്പൺ എടുത്ത് അവൻ ടാങ്കിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഇനി ടെലിഫോൺ റിങ് ചെയ്യാതെ ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതായത് ബേസിക്കലി ഇപ്പോൾ സൈഫർ ബാക്കി എല്ലാവരെയും മെട്രിക്സിൽ ട്രാപ്പ് ആക്കിയിരിക്കുകയാണ്. ഇവിടെ ടീമാണെങ്കിൽ ടെലിഫോൺ റിങ് ചെയ്യുന്നതും കാത്തു നിൽക്കുകയാണ്. കുറെ നേരമായിട്ടും റിങ് ചെയ്യാത്തതുകൊണ്ട് ട്രിനിറ്റി ടാങ്കിനെ വിളിച്ചു നോക്കി. പക്ഷേ സൈഫറാണ് കോൾ എടുത്തത്. അവൻ എല്ലാ കാര്യങ്ങളും ട്രിനിറ്റിയോട് പറഞ്ഞു. അവൻ ചതിച്ചു എന്ന് കേട്ടപ്പോൾ എല്ലാവരും ആകെ തകർന്നുപോയി. പിന്നെ അവൻ ഓരോരുത്തരെയായിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് അൺപ്ലഗ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രോപ്പറായിട്ട് പുറത്ത് കടക്കാതെ അൺപ്ലഗ് ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാം യഥാർത്ഥ ലോകത്തിലും മെട്രിക്സിലും മരിച്ചു പോകും. ടീമിലെ ബാക്കി എല്ലാവരെയും സൈഫർ അങ്ങനെ കൊന്നുകളഞ്ഞു. അവസാനം നിയോയും ട്രിനിറ്റിയും മോർഫിയസും ബാക്കിയുണ്ടായിരുന്നു.
മോർഫിയസിനെ കൊല്ലരുതെന്ന് നേരത്തെ തന്നെ സ്മിത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്ത് അവൻ നിയോയെ അൺപ്ലഗ് ചെയ്യാൻ നിന്നതും പെട്ടെന്ന് ടാങ്ക് എണീറ്റ് വന്നു. യഥാർത്ഥത്തിൽ നേരത്തെ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ മറ്റൊരു വലിയ വെപ്പൺ എടുത്ത് സൈഫറിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. പിന്നെ അവൻ ട്രിനിറ്റിയെയും നിയോയെയും മെട്രിക്സിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഈ സമയം ഏജൻസ് ആണെങ്കിൽ മോർഫിയസിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് സ്മിത്ത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. സംഭവം ഈ മെട്രിക്സ് എന്നത് യഥാർത്ഥത്തിൽ AI നിർമ്മിച്ച രണ്ടാമത്തെ ഡിജിറ്റൽ ലോകമാണ്. ഇതിനു മുന്നേ മനുഷ്യർക്ക് വേണ്ടി മറ്റൊരു ലോകം നിർമ്മിച്ചിരുന്നു. എല്ലാ മനുഷ്യരും പരിപൂർണ സന്തോഷത്തോടെ ജീവിക്കുന്ന രീതിയിലായിരുന്നു AI ആ ലോകത്തിനെ ഡിസൈൻ ചെയ്തത്. അതുപോലെ മനുഷ്യരുടെ യഥാർത്ഥ ഓർമ്മകളും AI മാച്ചു കളഞ്ഞിരുന്നില്ല. അതായത് മനുഷ്യരെ ഒരു സിമുലേഷൻ ലോകത്തിലാണ് ജീവിക്കുന്നതെന്ന സത്യം എല്ലാ മനുഷ്യർക്കും അറിയാമായിരുന്നു. പക്ഷെ അത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ലെന്ന് പറഞ്ഞ് അന്ന് ഡിജിറ്റൽ ലോകത്തിൽ മനുഷ്യര് മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവസാനം ആ ഡിജിറ്റൽ ലോകം മൊത്തം തകർന്നുപോയി. അതിനുശേഷമാണ് AI മെട്രിക്സ് നിർമ്മിച്ചത്. എന്തായാലും മര്യാദയ്ക്ക് സിയോൺ സിറ്റി എവിടെയാണെന്ന് പറയാൻ സ്മിത്ത് മോർഫീസിന്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് മോർഫീസിനെ ഉപദ്രവിക്കുകയും ചെയ്തു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും മോർഫീസ് അത് പറഞ്ഞു കൊടുത്തില്ല. ഒടുവിൽ സത്യം പറയിക്കാനുള്ള ഒരു ടൈപ്പ് ഇഞ്ചക്ഷൻ മോർഫീസിന്റെ ദേഹത്ത് സ്മിത്ത് കുത്തിവെച്ചു. എന്നിട്ടും മോർഫീസ് സിയോണിനെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ഇവിടെ സ്പേസ്ഷിപ്പിൽ ബാക്കി 3 പേരും മോർഫീസിനെ ചോദ്യം ചെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ കുത്തിവെച്ചു കഴിഞ്ഞാൽ ആരായാലും തീർച്ചയായും സത്യം പറഞ്ഞു പോകും. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സിയോൺ എവിടെയാണെന്ന സത്യം തീർച്ചയായും മോർഫിയസും പറയുമെന്നാണ് ട്രിനിറ്റി പറയുന്നത്. അങ്ങനെയെങ്കിൽ സിയോൺ സിറ്റിയെ രക്ഷിക്കാൻ നമുക്ക് മോർഫിയസിനെ അൺപ്ലഗ് ചെയ്ത് കൊന്നുകളയാമെന്ന് ടാങ്ക് പറഞ്ഞു. അതല്ലാതെ വേറെ നിവർത്തിയില്ലെന്ന് ട്രിനിറ്റിക്കും തോന്നി. എന്നാൽ നിയോ അത് സമ്മതിച്ചില്ല. ഞാൻ തിരിച്ച് മെട്രിക്സിൽ കയറി മോർഫിയസിനെ രക്ഷിക്കാമെന്ന് നിയോ പറഞ്ഞു. എങ്കിൽ പിന്നെ നിന്റെ കൂടെ ഞാനും വരാമെന്ന് ട്രിനിറ്റിയും പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ കമ്പ്യൂട്ടറിൽ ചെന്ന് കണക്ട് ആയി. ടാങ്ക് അവരെ തിരിച്ച് മെട്രിക്സിലേക്ക് കൊണ്ടുപോയി. കുറെ ആയുധങ്ങളൊക്കെ കൊണ്ട് രണ്ടുപേരും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറി. എന്നിട്ട് കൂടുതൽ സമയം കളയാൻ നിൽക്കാതെ തുരുതുരാന്ന് വെടിവെച്ച് പോലീസുകാരെയൊക്കെ കൊന്നു തള്ളാൻ തുടങ്ങി. ഫിസിക്സിന്റെ നിയമങ്ങളെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് വളരെ നിസ്സാരമായിട്ടാണ് അവര് പോലീസുകാരെയൊക്കെ കൊന്നുകളയുന്നത്. താഴെ നിയോയും ട്രിനിറ്റിയും എത്തിയ വിവരം മറ്റ് ഏജൻസ് വന്ന് സ്മിത്തിനെ അറിയിച്ചു. താഴെ രണ്ടുപേരും കൂടെ മൊത്തം പോലീസുകാരെയും കൊന്നൊടുക്കി. എന്നിട്ട് എലിവേറ്ററിൽ കയറി മുകളിലേക്ക് പോയി. അതിനിടയിൽ എലിവേറ്റർ ഓഫായി പോയി. പിന്നെ അവര് എലിവേറ്ററിന്റെ കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് റൂഫിലെത്തി. അവിടെ വേറെയും കുറെ പോലീസുകാർ നിൽപ്പുണ്ടായിരുന്നു. അതിലൊരാളുടെ ദേഹത്ത് ഒരു ഏജന്റ് കയറി. നിയോ പെട്ടെന്ന് ഏജന്റിനെ തുരുതുരാന്ന് വെടിവെച്ചു. പക്ഷെ ഏജന്റ് അതിവേഗത്തിൽ എല്ലാ ബുള്ളറ്റ്സിൽ നിന്നും ഒഴിഞ്ഞു മാറി. പിന്നെ ഏജന്റ് തിരിച്ച് നിയോയെ വെടിവെച്ചു. ഏജന്റിനെ പോലെ നിയോയും അതിവേഗത്തിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു ബുള്ളറ്റ് മാത്രം അവന്റെ കാലിൽ കൊണ്ടു. അങ്ങനെ അവൻ നിലത്ത് വീണതും ഏജന്റ് അവനെ കൊന്നുകളയാൻ വേണ്ടി അടുത്തു വന്നു. എന്നാൽ ട്രിനിറ്റി പിന്നിലൂടെ വന്ന് ഏജന്റിന്റെ തലയിൽ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഏജന്റ് മരിച്ചു വീണതും അയാൾ ഉടനെ പോലീസുകാരനായിട്ട് മാറി. അതായത് യഥാർത്ഥത്തിൽ ഏജന്റ് മരിച്ചിട്ടില്ല. ശേഷം ചുറ്റും നോക്കിയപ്പോൾ ഒരു ഹെലികോപ്റ്റർ ഇരിക്കുന്നത് കണ്ടു. അത് പറത്താനുള്ള പ്രോഗ്രാം ടാങ്ക് ട്രിനിറ്റിയുടെ ബ്രെയിനിലേക്ക് അപ്ലോഡ് ചെയ്തു. അങ്ങനെ രണ്ടുപേരും കൂടി ഹെലികോപ്റ്ററിൽ കയറിയിട്ട് നേരെ മോർഫിയസിനെ ചോദ്യം ചെയ്യുന്ന മുറിക്ക് മുന്നിൽ ചെന്നു. എന്നിട്ടൊരു വലിയ മെഷീൻ ഗൺ ഉപയോഗിച്ച് ചന്ന പിന്നാന്ന് വെടിവെക്കാൻ തുടങ്ങി. ഏജന്റ്സ് എല്ലാം ഓടി ഒളിച്ചു. വെടിവെച്ച് ആ റൂം മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ മോർഫിയസ് ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടി എണീറ്റോടി. പക്ഷെ അതിനിടയിൽ സ്മിത്ത് മോർഫിയസിന്റെ കാലിൽ വെടിവെച്ചു. മോർഫിയസിനെ ഹെലികോപ്റ്ററിൽ ചാടി കയറാൻ പറ്റില്ലെന്ന് തോന്നിയ നിയോ ഒരു കയറെടുത്ത് ഇടുപ്പിൽ കെട്ടിയിട്ട് പുറത്തു ചാടി മോർഫിയസിനെ ചെന്ന് രക്ഷിച്ചു. ഉടനെ ഏജൻസ് വീണ്ടും വെടിവെക്കാൻ തുടങ്ങി. ട്രിനിറ്റി ഹെലികോപ്റ്ററും കൊണ്ട് വേഗം രക്ഷപ്പെടാൻ നോക്കിയതാണ്. പക്ഷെ ഏജൻസ് ഹെലികോപ്റ്ററിനെയും വെടിവെച്ചു. അത് കാരണം ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൾ ഒരുപാട് പ്രയാസപ്പെട്ട് ഹെലികോപ്റ്ററിനെ മറ്റൊരു ബിൽഡിങ്ങിന്റെ റൂഫിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആ റൂഫിലേക്ക് ചാടി 3 പേരും രക്ഷപ്പെട്ടു. ഹെലികോപ്റ്റർ ആണെങ്കിൽ താഴെ റോട്ടിൽ ചെന്ന് വീണ് നശിക്കുകയും ചെയ്തു. ഏജൻസ് ആ റൂഫിലെത്തിയപ്പോഴേക്കും 3 പേരും അവിടുന്ന് രക്ഷപ്പെട്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് 3 പേരും കൂടി ഒരു പഴയ സബ്വേയിലെത്തി. അവിടെ ഒരു ടെലിഫോണുണ്ട്. ടാങ്ക് അതിലേക്ക് വിളിച്ചു. അങ്ങനെ ആദ്യം മോർഫീസിനെ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് രണ്ടാമത് ട്രിനിറ്റിയും പോയി. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ ഒരു ഭിക്ഷക്കാരൻ ഉണ്ടായിരുന്നു. സ്മിത്ത് പെട്ടെന്ന് ആ ഭിക്ഷക്കാരന്റെ ദേഹത്ത് കയറി. അങ്ങനെ അവസാനം നിയോ പോകാൻ നിന്നതും സ്മിത്ത് ടെലിഫോണിനെ വെടിവെച്ച് നശിപ്പിച്ചു കളഞ്ഞു. ഇനി എന്തായാലും സ്മിത്തുമായിട്ട് ഫൈറ്റ് ചെയ്യാതെ വേറെ നിവർത്തിയില്ല. അങ്ങനെ രണ്ടുപേരും കൂടെ പൊരിഞ്ഞ ഫൈറ്റായി. ആദ്യം തോക്കുകൾ കൊണ്ട് വെടിവെച്ച് നോക്കി. പക്ഷെ രണ്ടുപേരുടെയും ബുള്ളറ്റ്സ് തീർന്നതല്ലാതെ ആർക്കും വെടികൊണ്ടില്ല. പിന്നെ അല്ലാതെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്നേ വരെ സ്മിത്തിനെ ആരും തോൽപ്പിച്ചിട്ടില്ല. എന്നിട്ടും നിയോ സ്മിത്തിന്റെ ഒപ്പം തന്നെ നിൽക്കുകയാണ്.
അതിനിടയിൽ അകലെ നിന്നും ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടു. സ്മിത്ത് പെട്ടെന്ന് നിയോയെ ട്രാക്കിൽ തള്ളിയിട്ടു. എന്നിട്ട് ട്രെയിൻ ഇടിപ്പിക്കാൻ വേണ്ടി അവനെ അവിടെ പിടിച്ചു വെച്ചിരുന്നു. ഭാഗ്യത്തിന് ട്രെയിൻ തൊട്ടടുത്തെത്തിയതും കൃത്യസമയത്ത് നിയോ കുതിച്ചു ചാടി രക്ഷപ്പെട്ടു. സ്മിത്ത് ആണെങ്കിൽ ട്രെയിൻ ഇടിച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷേ സെക്കൻഡുകൾക്കുള്ളിൽ സ്മിത്ത് ട്രെയിനിൽ നിന്നിറങ്ങി വന്ന ഒരു പാസഞ്ചറിന്റെ ദേഹത്ത് കയറി. എന്നിട്ട് വീണ്ടും നിയോയെ ആക്രമിക്കാൻ വന്നു. ഇവനുമായിട്ട് എന്തായാലും ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് തോന്നിയ നിയോ ഉടനെ അവിടെ നിറങ്ങി ഓടി. ഇതേസമയം യഥാർത്ഥ ലോകത്തിൽ ഷിപ്പിനെ ആക്രമിക്കാൻ കുറെ റോബോട്ട്സ് വരുന്നുണ്ടെന്ന് ഷിപ്പ് മുന്നറിയിപ്പ് നൽകി. മോർഫിയസും ട്രിനിറ്റിയും കൂടെ EMP ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്യാൻ റെഡിയായി നിന്നു. പക്ഷെ EMP ആക്ടിവേറ്റ് ചെയ്താൽ അത് ഷിപ്പിലുള്ള കമ്പ്യൂട്ടേഴ്സിനെയും ഓഫാക്കി കളയും. അതുകൊണ്ട് തന്നെ നിയോ തിരിച്ചു വരാതെ EMP ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിയോ സ്മിത്തിൽ നിന്നും ഓടുന്നതിനിടയിൽ വഴിയിൽ കണ്ട ഒരാളുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചെടുത്തിട്ട് ടാങ്കിനെ വിളിച്ചു. പിന്നെ ഏതൊക്കെ വഴികളിലൂടെ ഓടണമെന്ന് പറഞ്ഞ് ടാങ്ക് നിയോയെ ഗൈഡ് ചെയ്തു. ഏജന്റ്സും പിന്നാലെ തന്നെയുണ്ട്. അവരിടയ്ക്ക് നിയോയെ വെടിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ നിയോ ഒരു ബിൽഡിങ്ങിൽ കയറി. ഈ സമയം കൊണ്ട് യഥാർത്ഥ ലോകത്തിൽ റോബോട്ട്സ് വന്ന് ഷിപ്പിനെ ആക്രമിക്കാൻ തുടങ്ങി. കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ റോബോട്ട്സ് ഷിപ്പിൽ ഒരു ദ്വാരമുണ്ടാക്കി. എന്നിട്ട് ആ ദ്വാരത്തിലൂടെ റോബോട്ട്സ് എല്ലാം അകത്ത് കയറി വരാൻ തുടങ്ങി. ഇവിടെ നിയോ ആണെങ്കിൽ ബിൽഡിങ്ങിലൂടെ ഓടുന്നതിനിടയിൽ സ്മിത്ത് വന്ന് നിയോയെ വെടിവെച്ച് വീഴ്ത്തി. അത് കണ്ട് ട്രിനിറ്റിയും മോർഫിയസും ഞെട്ടിപ്പോയി. നീ ദി വണ്ണുമായിട്ട് പ്രണയത്തിലാകുമെന്നാണ് ദീർഘദർശി പണ്ട് ട്രിനിറ്റിയോട് പറഞ്ഞിരുന്നത്. ആ കാര്യം പറഞ്ഞുകൊണ്ട് ട്രിനിറ്റി നിയോയെ കിസ് ചെയ്തു. ഉടനെ മെട്രിക്സിനുള്ളിൽ മരിച്ചു വീണ നിയോ ഉണർന്നു. അപ്പോഴാണ് നേരത്തെ മോർഫിയസ് പറഞ്ഞ ഒരു കാര്യം നിയോ ഓർത്തത്. എന്താണെന്നാൽ നമ്മൾ കേൾക്കേണ്ട കാര്യം മാത്രമേ ദീർഘദർശി പറയൂ. അത് ചിലപ്പോൾ തെറ്റോ ശരിയോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ ഈ സിറ്റുവേഷനിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ദീർഘദർശി അന്ന് വെറുതെ കള്ളം പറഞ്ഞതാണെന്നും താൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ദി വൺ എന്നും നിയോയ്ക്ക് മനസ്സിലായി. ആ തിരിച്ചറിവ് അവനെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റി. ഏജന്റ്സ് പെട്ടെന്ന് അവനെ കുറെ വെടിവെച്ചു. പക്ഷെ അവൻ വെറുതെ ഒന്ന് കൈയെടുത്ത് കാണിച്ചതും ബുള്ളറ്റ്സ് എല്ലാം അവന്റെ മുന്നിൽ വന്ന് ഫ്രീസ് ആയി നിന്നു. മെട്രിക്സിനെ മൊത്തം ഇപ്പോ കോഡ്സ് ആയിട്ടാണ് നിയോ കാണുന്നത്. സ്മിത്ത് ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ നിയോ ഒറ്റ കൈകൊണ്ട് പുഷ്പം പോലെ സ്മിത്തിനെ ഇടിച്ച് പറത്തി. അവസാനം നിയോ സ്മിത്തിന്റെ ഉള്ളിലേക്ക് ചാടിക്കേറി. എന്നിട്ട് സ്മിത്തിന്റെ കോഡ്സിനെ മൊത്തം മായിച്ചു കളഞ്ഞു. അതായത് ശരിക്കും സ്മിത്തിനെ കൊന്നു. ഉടൻ തന്നെ സ്മിത്ത് പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു പോവുകയും ചെയ്തു. അത് കണ്ട് പേടിച്ച് മറ്റു 2 ഏജന്റ്സും അവിടെ ഓടി രക്ഷപ്പെട്ടു. ശേഷം നിയോ ആണെങ്കിൽ മറ്റൊരു ടെലിഫോൺ കണ്ടെത്തി അതിലൂടെ തിരിച്ചു വന്നു. അതേ സമയത്തിലാണ് റോബോട്ട്സ് മോർഫിയസിനെയും ടീമിനെയും ആക്രമിക്കാൻ വന്നത്. മോർഫിയസ് പെട്ടെന്ന് EMP ആക്ടിവേറ്റ് ചെയ്തു. അത് കാരണം റോബോട്ട്സ് എല്ലാം നശിച്ചു. അങ്ങനെ അവര് രക്ഷപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. നിയോ മെട്രിക്സിൽ കയറിയിട്ട് ഞാൻ ഈ ഡിജിറ്റൽ ലോകം മൊത്തം നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. പിന്നെ അവൻ അവിടുന്ന് പറന്നുപോയി. ആ രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണ്.